ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇന്ന് എന്താ വെച്ചാണ് തേഴ്സ്ഡേ ആണ്, അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ എന്തൊക്കെ വന്നു എന്ന് നോക്കാനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ. നമ്മളെല്ലാ ആഴ്ചയും വീഡിയോ ഇടുന്നുണ്ട്, വാട്ട് കംസ് ടുഡേ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് എന്ത് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടലുണ്ട്. അപ്പം ഇത് നമുക്ക് ഫുള്ളായിട്ട് കാണാം ഗൈസ്. അതങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് അങ്ങനെ തുറന്നിട്ടൊന്നുമില്ല. ഞാൻ ഇതിൽ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെ കുറേ പ്രഡിക്ഷൻസിൻ്റെ വീഡിയോ ഇടുന്നു, വാച്ച് കമ്മിങ് ഓൺ ടുമോറോ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ കണ്ടു എന്ന് വിചാരിക്കണം. അപ്പം അതിൽ വന്ന് തന്നെ ആവാൻ സാധ്യത. ഇച്ച ഫ്രീ സ്പിൻ ഉണ്ട്, സിലോൻസ്കി, ഫെറാൻ ടോറസ്, ചാൻസ് ഡീൽ, ഹണ്ട്, മൊബൈൽ 9th ആനിവേഴ്സറി. പിന്നെ എന്തൊക്കെ വന്നുകൊണ്ട് എനിക്ക് അറിയുക, കുറേ ഇതുണ്ട്. ഈ ബെല്ല് ഇന്ന് വന്ന പാക്ക് ഫാബിയോ കന്നവേരോ, മാൾഡീനി ആൻഡ് റോസി. ഷാഡോ ഹണ്ടിലൊരു ഫ്രീ സ്പിൻ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീ സ്പിന്നിൽ എന്തായാലും എനിക്ക് സാബിയോളം അടിച്ചുകൊണ്ട് ഇനി എന്തായാലും അടിക്കുമല്ലോ എനിക്കറിയാം. എന്നാലും നല്ലൊരു പാക്ക് തന്നെയാണ്. 9th ആനിവേഴ്സറി ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം പെനാൽറ്റി നമുക്കൊന്ന് ഇന്നത്തെ ഭാഗ്യം നമുക്കുണ്ടോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ എന്തായാലും പെനാൽറ്റി ലെഫ്റ്റ്. ഇപ്പോൾ ഇത് കൊണാമി കേട്ടിട്ടുണ്ടാവോ? ഇല്ലേ, കേട്ടിട്ടുണ്ട്, മനസ്സിലായി നിങ്ങൾക്ക് കേൾക്കുന്നതൊക്കെ. അതിനോ ഇതൊക്കെ എന്താ തട്ടി ഒക്കെ നമ്മൾ സഹിക്കും. ഒരു പെനാൽറ്റി അല്ലെന്നാണ് വിചാരിക്കണം. റൗളിൻ്റെ ആട്ടപ്പോഴും ഞാൻ കുറച്ച് ദിവസത്തെ ലോഗിനൊക്കെ പോയപ്പോൾ എപ്പോഴും ലാപ്പ് 5 എത്തിയുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. 6 ഉണ്ട്. ലോഗിൻ ബോണസ് ഡ്രോഗ്ബൻ്റെ ചാൻസ് ഡീൽ, ഷാഡോ ഹണ്ട്. സിലൻസ്കിയൊക്കെ എന്തിനാടാ ഞങ്ങൾക്ക് ഇരുന്നത്? കാടാന്ന് നോക്കാനും വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് വെച്ചേക്കണേ. ഈ സിലൻസ്കി ഇങ്ങനത്തെ പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ടാണ് സിലൻസ്കി. ഇനി അതേമാതിരി തന്നെയാണ് ഫെറാൻ ടോറസും പ്ലെയർ ഓഫ് ദി സീസൺ. നമുക്ക് നോക്കാം. പ്ലെയർ ഓഫ് ദി സീസൺ മറ്റേ ഗോൾ അടിച്ചില്ലേ, ആ ഗോളിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാട്ടോ ഫെറാൻ ടോറസിനൊക്കെ. അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എനിക്ക് മാത്രമായിട്ട് എന്തായാലും കൊണാമി തരാനൊന്നും പോണില്ല. അത് നമുക്ക് മിഷൻസ് പോയി നോക്കാം. 9th ആനിവേഴ്സറിൻ്റെ വകയുള്ള ഇതാണിത്. ഓക്കെ, ഇതിലെന്താണ് മെയിനായിട്ടുള്ള സെലക്ഷൻ കോൺട്രാക്റ്റാണ്. ഏതാ പാക്ക് കയറുമോ ഗൈസ്? ഇൻ ദിസ് പാക്ക് സെലക്ഷൻ കോൺട്രാക്ട് ഈസ് വെരി ഗുഡ്. ഞാൻ ഡിലൈറ്റിന് അല്ലെങ്കിൽ കിമ്മിച്ചിനെ എടുക്കും. ഡിലൈറ്റ് ബിൽഡപ്പാണ് എടുക്കണം. ഡിലൈറ്റിനാവും ഞാൻ മിക്കവാറും എടുക്കുക. കിമ്മിച്ചിക്ക് വേണമെന്നില്ല കുറച്ച്. ഓക്കെ, ഞാൻ ഡിലൈറ്റിനാവും മിക്കവാറും എടുക്കുക. ഇതൊക്കെ അത് നോക്കാം. ഇത് മെയിൻ സെലക്ഷൻ കോൺട്രാക്റ്റാണ്. ഫ്രീ സ്പിൻസ് ഉണ്ട്, 50 കോയിൻ ഉണ്ട്. ഇത് എത്ര വരെ ഉള്ളത് അത് നോക്കണമല്ലോ. 45 വരെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതിലാണ് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതിലെന്തൊക്കെ വന്നിട്ട് നമുക്ക് നോക്കാമല്ലോ. ക്ലിയർ ഒബ്ജക്റ്റീവ് നമുക്ക് ഇനി ഏതെങ്കിലും ഒന്നും എടുത്താൽ മതി, ഇത് കിട്ടും. ഡിഡിയർ ഡ്രോഗ്ബ നോക്കാം ഗൈസ്. നമുക്ക് ഡ്രോഗ്ബിൻ്റെ ഫ്രീ സ്പിന്നൊക്കെ ഉണ്ട്, നമുക്ക് എന്തായാലും നോക്കാം. ചിലപ്പോൾ നമ്മൾ കൂട്ടക്കറക്കലാവും ചെയ്യുക. അപ്പോൾ എന്തായാലും കറക്കാൻ പോകുന്നില്ല. എന്നാലും നമുക്ക് എന്തൊക്കെ വന്നുകൊണ്ട് നോക്കാം. ഷാഡോ ഹണ്ട് ഇതിൽ നമ്മളിപ്പോൾ കറക്കും. ഒരു മിനിറ്റ്. കന്നവേരൊക്കെ ഏതാ കാർഡ് നോക്കട്ടെ. ഏരിയൽ ഫോർട്ട് ഒക്കെ ഉള്ള സ്കില്ലോടാണ്. ഡിസ്ട്രോയർ, ഏരിയൽ ഫോർട്ട് പ്ലസ് ഷാഡോ ഹണ്ട്. ഇത് മൊത്തം ഷാഡോ ഹണ്ട് ഉണ്ട് കേട്ടോ. ലോങ് റേഞ്ച് ടാക്കിളും ഷാഡോ ഹണ്ടും അങ്ങനെ എല്ലാവർക്കും ഷാഡോ ഹണ്ടൊക്കെ ഉണ്ട്. അതാണ് പ്ലെയർ ഓഫ് ദി വീക്ക്. പിന്നെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത അതേ ഇത് തന്നെ വന്നിട്ടുള്ളത്. പ്രൊഡിക്റ്റ് ചെയ്ത് തന്നെ ഉള്ളത്
യുവിലൊന്നും നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല അല്ലേ. ഡങ്കിനൊക്കെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത് തന്നെ. നമ്മൾ വേറൊരാളും കൂടി പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു, അയാളില്ല. ബൈസൈക്കിൾ, അതാ ബൈസൈക്കിൾ മേടാ. റാഷ്ഫോർഡൊക്കെ വന്നു കേട്ടോ. മറ്റേ ഫ്രീ കിക്ക് നമ്മളെ റയലിനിട്ട് അറത്തിയില്ല നമ്മൾ. പിന്നെ അങ്ങനെയായിട്ട് ഇതാണ് പാക്കില്ലേ. ഡിഡിയർ ഡ്രോഗ്ബ 50 ആൾക്കാരുള്ളൂ 20 ദിവസത്തിന്. അപ്പോൾ എന്തായാലും കുറേ ഫ്രീ സ്പിൻ ഉണ്ടാവുകൊണ്ട് നമ്മൾ കറക്കൂല, കറക്കില്ല കേട്ടോ, ചിലപ്പോൾ കറക്കൂല. ഇത് മറ്റേ ഇറ്റലിൻ്റെ ഡ്രോഗ്ബ. ഇറ്റലി തന്നെയല്ലേ, നിങ്ങൾക്ക് അറിയാം അവൻ്റെ രാജ്യം ഏതാന്ന് നേർക്ക്. നാഷണലി റീജിയൻ ക്ലബ്ബ് ടീം ഇറ്റലി തന്നെയല്ലേ നാഷണൽ ടീം. ഇറ്റലി എന്നല്ല ഞാൻ പുറത്ത് പറഞ്ഞ കൊറ്റൽ ഡി ഇവിയോറ അങ്ങനെ ഏതൊരു ടീമിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഫോക്സിൻ്റെ ബോക്സ് ആട്ടോ. കിടിലം തന്നെ ആവും. ഡബിൾ ടച്ച് കുഴപ്പമില്ല എന്നാലും. ആ നോട്ടം കണ്ടില്ല ഡ്രോഗ്ബൻ്റെ. ഡിഡിയർ ഡ്രോഗ്ബ ഹിയർ. നമുക്ക് കിട്ടുമോ അറിയില്ല, കിട്ടണമെന്നുണ്ട്. ഇതിലൊരു സെലക്ഷൻ കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ, ഇതിൽ ഫ്രീ സ്പിന്നൊന്നുമില്ല. പിന്നെ അങ്ങനെയായിട്ട് മെയിനായിട്ടൊന്നും കൊണ്ടുവരാൻ സാധ്യത ഇല്ലല്ലോ. നമ്മൾ എന്തായാലും ഒരു ഫ്രീ സ്പിൻ ഉണ്ട്, കറക്കാം. എന്തായാലും ആരും കിട്ടില്ല എന്ന് പറയാം. ബാക്കി ഇപ്പോൾ കിട്ടുന്നത് ഞാൻ എന്തായാലും കിട്ടില്ല, ഞാൻ സ്കിപ്പ് അടിച്ചാൽ റെഡി ആയി തന്നെയാണ്. ഞങ്ങൾക്ക് ഉറപ്പൊന്നും കിട്ടില്ല. CMF ഒന്നും അതിൽ ആരും ഇല്ല. പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ മെയിനായിട്ട് വന്ന് കോൺട്രാക്റ്റിൽ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഈ മിഷൻസിൽ നിന്ന് എത്ര കിട്ടും? 1 ഇതാ 2 2 3 4 4 4 ഉള്ളൂല്ലോ. 4 ഉള്ളൂ. അല്ല ഇതിൽ നിന്ന് 4 എന്താ ഞാൻ പറഞ്ഞാ ഇതിക്കൊന്ന് ചോദിക്കും നിങ്ങൾ. ഇതൊക്കെ ഈ ഡ്രോഗ്ബൻ്റെ ബാക്കിൽ തന്നെ അല്ലേ. 5 കുറേ ഉണ്ട് കേട്ടോ. 6 6 7 8 9 10 എന്നല്ല കേട്ടോ. മറ്റേ ലോഗിൻ ബോണസിലും ഉണ്ട് കുറേ. ലോഗിൻ ചെയ്യുമ്പോഴും കിട്ടും നമുക്ക് അങ്ങനെ ഓരോന്ന്. ഷോപ്പിൽ പോയൊക്കെ ഷോപ്പിൽ നമ്മൾ സിൽവസ്റ്ററൊക്കെ പോയിട്ടോ. ഇനി പകരം ആരെങ്കിലും വന്നിടണോ നമുക്ക് നോക്കാം. നമ്മളെന്തായാലും വാങ്ങാനൊന്നും പോണില്ല. 20 ഉറുപ്പ്യ എടുത്താൽ അല്ല 19 ഉറുപ്പ്യ എടുത്താൽ 20 ഗോൾഡ് കോയിൻ കിട്ടും. പിന്നെ ഇത് ജോസിയം പറഞ്ഞാൽ തന്നെ. പിന്നെ 110 ഉറുപ്പ്യ കൊടുത്താൽ 130 ഉറുപ്പ്യ കിട്ടും. 240 ഉറുപ്പ്യ എടുത്താൽ 300 ഉറുപ്പ്യ കിട്ടും. ഇതൊക്കെ തന്നെയാണ് ആകതിയിലും വന്നിട്ടില്ല പറഞ്ഞാൽ 19 ഉറുപ്പ്യ എടുത്താൽ 20 ഗോൾഡ് കോയിൻ കിട്ടും. അത് ഇനി 80 കോയിൻസൊക്കെ ഉള്ളവർക്ക് ലാഭമാണ്. ഇനി 100 കൊടുത്തിട്ട് വേണമെങ്കിൽ കന്നവേദന കിട്ടിയാലോ പറയാൻ പറ്റില്ല. നാണി എടുത്തോളൂ കേട്ടോ. സിൽവസ്ട്രീനൊക്കെ എടുക്കും. ഞാനിപ്പോൾ ലാസ്റ്റ് വെറുതെ എടുത്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാനും വേണ്ടി. കുഴപ്പമില്ല. ഡാനിയൽ ഡുറൂസി നമ്മളിതൊക്കെ വെറുതെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും GP അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പം നമ്മളാണ്ട് വാങ്ങിയിട്ടേക്കും. 2 ബൂസ്റ്റ് ടോക്കണൊക്കെ തന്നെ ധാരാളം. ഹോം പിന്നെ നോക്കുകയാണെങ്കിൽ മാച്ചിൽ എന്തൊക്കെയാണ് വന്നിരിക്കണേ? ഇവൻസ് PvP വന്നിട്ടുണ്ടാവും. ഇവൻസ് PvP 50 കോയിൻ്റെ ഒരു മാച്ച്. ഇത് കളിച്ചാൽ എനിക്ക് 100 കോയിൻ ആവും. ഇത് ഒരു ഇതാട്ടോ നാഷണൽ. നമ്മൾ ബ്രസീൽ എടുക്കും. നമ്മൾ അർജൻറ്റീന ഫാൻ ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുള്ള വെച്ച് നമ്മൾ കളിക്കും കേട്ടോ. നിങ്ങൾക്ക് കളിക്കാൻ ഏതാ നല്ലതെന്ന് വെച്ചാൽ അതിന് അനുസരിച്ച് നോക്കി കളിക്കുക. അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീം എടുത്തിട്ട് കാര്യമില്ല. നല്ല ടീമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി കളിക്കുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻസിൽ PvPയിൽ തന്നെ വന്നിട്ടുണ്ടാവുള്ളൂ എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് PvPയിൽ 50 കോയിൻ്റെ മാച്ച് തന്നെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരലുള്ളൂ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതുമായിട്ട്. പിന്നെ 9th ആനിവേഴ്സറിൻ്റെ ഫ്രീ സ്പിന്നിനും വേണ്ടിയതാ 2 ഫ്രീ സ്പിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ട് കേട്ടോ. യൂസ് എക്സ്ക്ലൂസീവ് ഉണ്ടാവാൻ സാധ്യത ഇല്ല, ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ബോണസ് 5 അതല്ലേ നമുക്ക് ഇത് 2000 പോയിൻ്റ് പിന്നെ 6000 പോയിൻറ്റിനും ഡ്രോഗ്ബൻ്റെ ഫ്രീ സ്പിന്ന് കിട്ടുന്നതാണ്. ഇത് ഈ ഒരു ഇവൻ്റ് വരുമ്പോൾ എത്ര ദിവസത്തിനുണ്ടായിരുന്നോ? 20 ദിവസം. അപ്പോൾ 20 ദിവസം മീൻസ് ഈ പറഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞിട്ടുള്ള വ്യാഴാഴ്ച സ്കൂളൊക്കെ തുറക്കൂല. അപ്പോൾ ഇതിന് ഡൗട്ടുണ്ട്. ഇപ്പം മെയ് 14 ജൂൺ 4 അല്ലേ? അപ്പോൾ സ്കൂളൊക്കെ തുറന്നുണ്ടാവും കേട്ടോ. ഇനി ഈ ഞാൻ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഇതൊക്കെ ചെയ്യണ്ടേ. പ്ലെയർ ഓഫ് വീക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പ്ലെയർ ഓഫ് വീക്ക് ഫ്രീ സ്പിന്നിനുള്ളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കറക്കണ ഒരു ഷോർട്സിലും
അതും ഓക്കെ. പിന്നെ ഇങ്ങനെ മെയിനായിട്ട് വേറെ എന്തെങ്കിലും വന്നുകൂടെ നമുക്ക് ഇപ്പം നോക്കിയേക്കാം. കോൺട്രാക്റ്റിൽ തന്നെ വന്നാൽ നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ളൂ നിൽക്കാറ്. അതുകൊണ്ടാണ് ഞാൻ കോൺട്രാക്റ്റ് നോക്കണേ. കോൺട്രാക്റ്റിൽ പോവുകയാണെങ്കിൽ ബൗളമാലിനൊക്കെ തന്നെ ഉള്ളൂ. അല്ല ഇവൻ ഏതാ ഇത് കാർഡ് ടൈപ്പ് ആങ്കർമാൻ അല്ലേ? അത് കൂട്ടാ ആങ്കർമാൻ. മാൾഡീന് ഡിസ്ട്രോയർ അല്ലേ? ഡിസ്ട്രോയർ ആവും. ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. പോരാ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അങ്ങനെയായിട്ട് മെയിനായിട്ടൊന്നും കൊണ്ടുവരില്ല. നമുക്ക് ഇതിനൊന്ന് കറക്കിയാലോ? ഇപ്പോൾ കറക്കാൻ അങ്ങനെ പുതിയ പോവാ. ഏത് ഡ്രോപ്പ് ബാനെ തന്നെ കിട്ടിയാൽ നമ്മൾ റീസെറ്റ് ആക്കൂട്ടോ ബാക്ക്. ഫസ്റ്റ് സ്പിന്നിലൊക്കെ ഡ്രോപ്പ് ബാനെ കിട്ടുക പറഞ്ഞാൽ ഭാഗ്യമാണ്. പക്ഷെ കിട്ടൂല നമുക്കറിയാം. കിട്ടിയാൽ നമ്മളപ്പം തന്നെ ബാക്ക് റീസെറ്റ് ആക്കിയിട്ടേ കാര്യമുള്ളൂ. ഡ്രോപ്പ് ബാനെ കിട്ടിയിട്ട് കാര്യമില്ലെന്ന് അറിയാം. അതുകൊണ്ട് ലോറജ് റൂഡിൻ്റെ ബേസ് കാർഡ് ഉണ്ട്. എന്തിന് ഒന്നും തരല ഗുണാമി. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ടൊന്നുമില്ല. സെലക്ഷൻ കോൺട്രാക്ട് ഇതിൽ നിങ്ങൾ ആരെ എടുക്കുക വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എടുക്കാൻ പോണേ വേറെ ആരുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചതിൻ്റെ കിമ്മിച്ചിനാണ്, ജോഷുവ കിമ്മിച്ച്. ഓർക്കസ്ട്രേറ്റർ കിടിലം കളി തന്നെ തരും. പെർഫോമൻസ് നല്ല നേർക്ക് തരും. നിൽക്കറിയാം. റൈറ്റ് ബാക്ക് നിൽക്കും, ഡിഫൻസീവ് നിൽക്കും, സെൻട്രൽ മിഡിൽ ഫീൽഡർ നിൽക്കും. പക്ഷെ എനിക്ക് വേണ്ട തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ സ്ക്വാഡിൽ നിങ്ങൾക്കറിയാം ഒരേ ഒരു 101 ഉള്ളൂ. വാൻഡേക്ക്, അതും ബിൽഡപ്പിൻ്റെ ഒരു സെൻറ്റർ ബാക്ക്. ഏരിയൽ ഫോർട്ട് സ്കില്ല് വെച്ചിട്ട് ബിൽഡപ്പിൻ്റെ ഒരു സെൻറ്റർ ബാക്ക് വന്നിട്ടുണ്ട്. വേറെ ആരില്ല, നമ്മുടെ സ്വന്തം ചെക്കൻ തന്നെയാണ്. ഡിലൈറ്റിന് എടുക്കണതാണ് എൻ്റെ ഓർത്ത് നല്ലത്. എനിക്ക് പിന്നെ 103 റേറ്റിംഗ് പോകാൻ ഞാൻ ഹുയ്സണ സബ് നിർത്താനും സാധ്യതയുണ്ട് ഡിലീറ്റൊക്കെ വന്നാൽ. കാരണം എന്താ അത്രയ്ക്ക് നല്ല കളി ഡിലൈറ്റിൻ്റെ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെടുക്കുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിന് ഞാനിപ്പോൾ ലീഗ് കളിക്കാൻ പോലും തുടങ്ങിയില്ല. ഞാൻ ഈ കീപ്പറിനെ എടുക്കണമെന്ന് കുറേ കാലമായി ആലോചിക്കണേ. ഞാൻ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് എടുക്കില്ല, അതാണ് പ്രശ്നം. നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിന്. ഇപ്പോൾ എത്ര നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് എത്ര എണ്ണം വേണം? എത്ര നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് 5 എണ്ണം വേണം? എനിക്കറിയില്ല. 5 സ്റ്റാറിന് അങ്ങനെ ഞാൻ കുറേ കാലം നോമിനേറ്റിംഗ് കോൺട്രാക്റ്റൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് 5 നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് വേണം നമ്മൾ ഈ ഇവനെടുക്കാൻ. ഞാൻ ഇവനെടുത്താലും ആലോചിക്കണേ. അപ്പോൾ യൂട്യൂബിലായാലും ഈ റീൽസ് കാണുമ്പോൾ ഏറ്റവും കൂടുതലും കാണുന്ന ഈ ഒരു കീപ്പറിനാണ്. കിടിലം കളി പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.